കണ്ടങ്കാളി ചെയ്തത് തെറ്റ് തന്നെ. ഇത്ര വൈകുന്നത് വരെ കാളയെ കൊണ്ടുവരാതിരുന്നതിന് അടി തന്നെയാണ് കൊടുക്കേണ്ട ശിക്ഷയെന്ന് ഉണ്ണിക്ക് അഭിപ്രായമുണ്ട്. എങ്കിലും കണ്ടങ്കാളിയെ തല്ലേണ്ടിയിരുന്നില്ല. കാരണം കണ്ടങ്കാളി വെറും പറയാനല്ല, ഒടിയനാണ്. കൊല്ലത്തിലും പതിവുള്ളതാണ് കണക്കരുകാവിലേക്ക് കാള. കണ്ടങ്കാളിയാണ് കാള കെട്ടുക. 3 തറവാടുകളിലേക്ക് കാള കെട്ടാനുള്ള അവകാശം കണ്ടങ്കാളിക്കാണ്. കുങ്കുമത്തിട കൊണ്ടുണ്ടാക്കിയ നല്ല കാളത്തലകൾ കണ്ടങ്കാളിയുടെ കൈവശമുണ്ട്. കൊമ്പിന് ചുവന്ന ചായം, കണ്ണിന് കറുപ്പ്, നെറ്റിയിൽ ചൂട്ടും. വൈക്കോൽ കൊണ്ട് ഉടലുണ്ടാക്കി മുളച്ചട്ടത്തിൽ നിർത്തുകയേ വേണ്ടൂ. വീട്ടിൽ കൊണ്ടുചെന്ന് വെച്ചാൽ ബാക്കി കാര്യം അയ്യപ്പൻ ചെയ്തുകൊള്ളും. വെള്ള മുണ്ടുകൊണ്ട് ശരീരം പൊതിയും. ആ മുണ്ട് അയ്യപ്പനുള്ളതാണ്. കഴുത്തിൽ പച്ച ഉറുമാൽ കൊണ്ട് ഒരു കെട്ടുണ്ടാവും. കണ്ടങ്കാളിയുടെ കൈവശമുള്ള കുടമണി കെട്ടുന്നത് അവിടുത്തെ കാളയ്ക്ക് മാത്രമാണ്. കണക്കരുകാവ് പുഴയുടെ അക്കരെ എവിടെയോ ആണ്. ചെറുമക്കളുടെ അമ്പലമായതുകൊണ്ട് മറ്റുള്ളവരാരും അവിടെ പോകാറില്ല. കൊല്ലന്തോറും വേലയുമുണ്ട്. കാളവേലയാണ് പ്രധാനം. കൃഷിയുള്ള വീടുകളിൽ നിന്നെല്ലാം കാളയുണ്ടാവും. കാരണം കണക്കരുകാവിലെ അമ്മ കന്നുകാലികളെ നോക്കുന്ന അമ്മയാണ്. വേലയ്ക്ക് എല്ലാ ചെറുമക്കളും ചെറുമികളും പോവും. പടയ്ക്കൽ പണി ചെയ്യുന്ന ചെറുമക്കളിൽ മൂത്ത ചെറുമൻ്റെ നേതൃത്വത്തിലാണ് കാളയെ കൊണ്ടുപോവുക. കണക്കരുകാവിലെ വേല കാണാൻ ഉണ്ണിക്ക് നിവൃത്തിയില്ല. കുട്ടിക്കാലത്ത് ഒരു വിഡ്ഢിത്തത്തിന് ചോദിച്ചു, നമുക്കും പോണ്ടേ അമ്മേ വേലയ്ക്ക്? എടാ പൊട്ടാ, ചെറുമക്കളുടെ കാവിലേക്ക് നമ്മൾ പോവേ? വിഡ്ഢിത്തമായി. ചോദിക്കേണ്ടിയിരുന്നില്ല. ആ ഭഗവതി ആദ്യം ചെറുമക്കളുടെ അമ്മയായിരുന്നില്ല. അതൊരു കഥയാണ്. മുത്തശ്ശി പറയാറുള്ളതാണ്. കൊടിക്കുന്നത്തമ്മയും അനുജത്തിമാരും കൂടി മുത്തശ്ശിയാരെ കാണാൻ, മുത്തശ്ശിയാർക്കാവ് തൃത്താലയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. കൊടിക്കുന്നത്തമ്മയും അനുജത്തിമാരും കൂടി മുത്തശ്ശിയാരെ കാണാൻ പോവുകയായിരുന്നു. വഴിക്ക് ചെറുമക്കളുടെ കളി കണ്ടു. ഒരു ഭഗവതി അവിടെ കളി കണ്ട് രസിച്ച് നിന്നു. ബാക്കിയുള്ളവർ മുമ്പേ നടന്നു. ഏട്ടത്തിമാർ പോകുന്നത് കണ്ട് പിന്നാലെ ഓടിയെത്തിയപ്പോൾ മൂത്ത ഭഗവതി പറഞ്ഞു, ചെറുമക്കളുടെ കളി കണ്ട് നിന്ന നിന്നെ കൂട്ടത്തിൽ കൂട്ടില്ല. നീ അവരുടെ കൂടെ പോയിക്കോ. മഹാ കഷ്ടമായി പോയി ചെയ്തതെന്ന് ഉണ്ണിക്ക് അഭിപ്രായമുണ്ട്. വേല കാണാൻ പറ്റില്ലെങ്കിലും കാളയെ എടുപ്പിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ ഒരു രസമാണ്. അന്നുച്ചയ്ക്ക് ചെറുമക്കൾക്ക് സദ്യ കൊടുക്കും. കാളയെ എടുക്കുന്നവർക്കും കൊട്ടുകാരനും പിന്നിൽ നടക്കുന്ന 3 ആർപ്പുകാർക്കും നെല്ലും കോടിമുണ്ടുമുണ്ട്. 4 ആൾ കൂടിയാണ് ചുമക്കുന്നത്. ചുമലിലേറ്റിക്കഴിഞ്ഞാൽ വടി കൊണ്ട് മുളച്ചട്ടത്തിലടിച്ച് ഒരു കളി കളിക്കാനുണ്ട്. ബഹുരസം. ഇടയ്ക്കിടെ അയ്യപ്പൻ കൂക്കും. അയ്യപ്പനാണ് മൂത്ത ചെറുമൻ. ഉച്ചയ്ക്ക് തന്നെ ചെറുമക്കൾ തയ്യാറായി. എല്ലാവരും കോടിമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. തലയിൽ കെട്ടും കോടി തോർത്തുകൊണ്ട് തന്നെ. പക്ഷെ ഉച്ച തിരിഞ്ഞിട്ടും കണ്ടങ്കാളി കാളയെ കൊണ്ടുവന്നില്ല. ദൂരെ നാട്ടുവഴിയിലൂടെ കാളകൾ പോകുന്ന ആർപ്പുവിളികൾ കേൾക്കാൻ തുടങ്ങി. ഉണ്ണി മുറ്റത്തിറങ്ങി നടന്നു. ചെണ്ടയുടെ ശബ്ദം, മുളങ്കോലുകൾ തണ്ടിലടിക്കുന്ന താളം, ആർപ്പുവിളി. ഒരു കുട്ടിക്കാള, 2 ഇരട്ടക്കാളകൾ, 4-5 ഒറ്റക്കാളകൾ, പിന്നെ കുറേ കുടകൾ. എല്ലാം നടന്നു പോകുന്നത് ഉണ്ണി സങ്കടത്തോടെ നോക്കി നിന്നു. മറുകരയിലെ വീടുകളിൽ നിന്ന് കൊട്ടും ആർപ്പും കേട്ടു തുടങ്ങി. പത്തായപ്പുരയിൽ നിന്ന് ഇറങ്ങി വന്ന് അമ്മാമ്മ വിളിച്ചു ചോദിച്ചു, കാളെ കൊണ്ടെന്നില്ലേടാ? അയ്യപ്പൻ പറഞ്ഞു, കാണുന്നില്ല, ആ പറയൻ അല്ലെങ്കിലും അങ്ങനെയാ. ഉണ്ണി പതുക്കെ പറഞ്ഞു, തെക്കേക്കരേന്നൊക്കെ കാളയുടെ തുടങ്ങി. അമ്മാമ്മ ഒന്ന് മൂളി. ചെറുമക്കൾ പിറുപിറുക്കുന്നു. ഇനി കാളെ പൊതിച്ച് ഏത് നേരത്താ പുറപ്പെടുക? മുത്തശ്ശി ഉമ്മറത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഇതൊന്നും അറിയാത്ത പോലെ ഒരു ചോദ്യം, കാളെ എടുക്കാറായില്ലേ അയ്യപ്പ? കാളെ കൊണ്ടുവന്നിട്ടില്ല വല്യമ്പ്രാട്ടിയേ. നാരായണ നാരായണ, പണ്ടത്തെ കാലാച്ചാൽ നേരം വെളുക്കുമ്പോൾ കാള മേലെ കളമിറ്റത്ത് എത്തിയിട്ടുണ്ടാവും. എങ്ങനെയാ മേല് കീഴല്ലാണ്ടായാ? അമ്മാമ്മ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വ്യസനത്തോടെ പടിഞ്ഞാറ് ഇറയത്ത് ചെന്നിരുന്നു. മേലെ ഇടവഴിയിലേക്ക് നോക്കി. വ്യസനത്തെക്കാളേറെ ദേഷ്യം വന്നു.
കണ്ടങ്കാളിയെ ചതയ്ക്കണം. ഇനി അവൻ സ്കൂളിൽ പോകുമ്പോൾ കൊഞ്ചാൻ വരട്ടെ. ചെറിയമ്പ്രാ, കണ്ടങ്കാളിക്ക് ഒരു തുള്ളി കൊയമ്പ്. കൊയമ്പ്? അവന് കുഴമ്പല്ല ഇനി കൊടുക്കുന്നത്. ചോദിക്കാൻ വരട്ടെ. മൂത്ത ചെറുമൻ അയ്യപ്പൻ ചുരമാന്തിക്കൊണ്ട് നടക്കുകയായിരുന്നു. കളത്തിലും വടക്കേതിലും വെച്ചിട്ടാവും ഇങ്ങോട്ടോൻ്റെ എഴുന്നള്ളത്ത്. അത് കേട്ടപ്പോൾ അമ്മാമ്മ നിന്നു. ആഹാ, അങ്ങനെ ഉണ്ടോ? തെക്കേപ്പാട് കാളെ വെച്ചിട്ടാ മറ്റേടത്ത് കാളെ വയ്ക്കുക. അത് പണ്ടേക്കും പണ്ടേയുള്ള ആചാര. ചെറുമൻ കുഞ്ഞിക്കോരൻ ചെവിയോർത്തു. പറയും പോലെ കളത്ത് നല്ല ആർപ്പ് കേൾക്കണ്. അമ്മാമ്മയുടെ മുഖം ചുവന്നു. അവനിങ്ങോട്ട് വരട്ടെ, വരട്ടെ അവൻ. നാട്ടുകാരുടെ കാളകൾ മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുവഴിയിലൂടെ കൂട്ടം കൂട്ടമായി ചെറുമക്കളും ചെറുമകളും പോകുന്നത് മുറ്റത്ത് നിന്നാൽ കാണാം. ഈ കണ്ടങ്കാളി ഇന്ന് വരില്ലേ? കാളവേല കഴിയുമ്പോഴേക്കാവും ഇനിയോ എൻ്റെ എഴുന്നള്ളത്ത്. മുത്തശ്ശി ആരോടെന്നില്ലാതെ ചിരിച്ചുകൊണ്ട് കാലും നീട്ടിയിരുന്ന് പറയുകയാണ്. അന്നൊക്കെ കാളയെടുക്കണ നേരാവുമ്പോഴേക്ക് കളമിറ്റ നിറച്ച് ചെറുമക്കളാ. ഈ മുത്തശ്ശിക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ. അന്നൊക്കെ അതേരുന്ന് ഇതേരുന്ന്, മണ്ണാൻ കട്ടയാണ്. ചെറുമക്കൾ നിരാശയോടെ നിൽക്കുന്നു. ഇന്ന് കാളയെടുക്കൽ ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. അമ്മാമ്മയുടെ നടത്തത്തിന് വേഗം കൂടിയിരുന്നു. അപ്പോൾ കേൾക്കുന്നു മേലെ ഇടവഴിയിൽ നിന്ന് ഒരു വിളി. വലിയമ്പരാ! ഇഴഞ്ഞു വിളി. എപ്പോഴും അങ്ങനെയാ, വായിൽ പല്ലില്ലെന്ന് തോന്നും പറയുന്നത് കേട്ടാൽ. കണ്ടങ്കാളി അവസാനം കാളയെ കൊണ്ടുവന്നിരിക്കുന്നു. കൊണ്ടുപോടാ നായിൻ്റെ മോനെ എന്നലറിക്കൊണ്ട് അമ്മാമ്മ മേലെ പടിക്കിലേക്ക് പാഞ്ഞു. മുത്തശ്ശി കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് വിളിച്ചു, കുട്ടിയാരായണാ. ഉണ്ണി ഒന്നേ നോക്കിയുള്ളൂ. അമ്മാമ്മയുടെ കൈ കണ്ടങ്കാളിയുടെ ദേഹത്ത് വീഴുന്നു. ആരും ആരെയും അടിക്കുന്നത് ഉണ്ണിക്ക് കാണാൻ വയ്യ. അവൻ കണ്ണുപൊത്തി. പക്ഷേ അടിയുടെ ശബ്ദം കേൾക്കാം. അവൻ എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. മുത്തശ്ശി വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞു, കുട്ടിയാരായണാ, പറയാനാണെന്ന് ഓർത്തോ. ഈശ്വരാ! അപ്പോഴാണ് പെട്ടെന്ന് കാര്യം ഓർമ്മ വന്നത്. കണ്ടങ്കാളി ഒടിയനാണ്. ആർപ്പുവിളി അകലെ എത്തിയ ശേഷം ഉണ്ണി സംശയിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. പടിഞ്ഞാറെ ഇറയത്ത് നിന്ന് മേലെ പടിക്കലേക്ക് നോക്കി. കണ്ടങ്കാളി പോയിരിക്കുന്നു. അമ്മാമ്മയുണ്ട് കുളിച്ചു വരുന്നു. അടി കഴിഞ്ഞ ഉടനെ നേരെ കുളത്തിലേക്കാണ് പോയത്. അമ്മാമ്മ പത്തായപ്പുര കയറുന്ന ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശി വീണ്ടും പറഞ്ഞു, ഇങ്ങനെയുണ്ടോ ഒരു തല്ല്? അമ്മാമ്മ ഉണ്ടായിരുന്ന കാലത്ത് പണിക്കന്മാരെ തല്ലണത് ഞാൻ ഉഷി കണ്ടതാ. അന്തം കുന്തല്ലാത്തോൻ ഒട്ടിമറയണ വകയാണ്. വല്ല വിവരമുണ്ടോ? വീണ്ടും ഉണ്ണിയുടെ മനസ്സിൽ തീയാളി. മുത്തശ്ശി അകത്ത് പ്രാഞ്ചി നടന്നു. പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞു, അതൊക്കെ സാധാരണയാ. ഇനി ഓനിപ്പോ ഓടിച്ചു കൊല്ലാൻ വരുമല്ലേ. അമ്മയ്ക്ക് എന്തും പുച്ഛമാണ്. ഒടിയന്മാരെ പറ്റി അങ്ങനെ പുച്ഛിച്ച് പറയരുതമ്മേ. നിനക്കും വിവരല്ലാടി മാളോ. പണ്ട് പുറത്താട്ടിലെ ഗോശ്യാര് ഒരു പറയനെ തച്ചു. നേരത്തോട് നേരം കഴിയണതിൻ്റെ മുമ്പ് പണി കഴിഞ്ഞു. അതൊക്കെ പണ്ടാ. ഒടിയൻ എത്ര ഭയങ്കരനാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ. കണ്ടങ്കാളിക്ക് നല്ല പോലെ അടി കൊണ്ടുവത്രേ. വീണപ്പോൾ വീണെടുത്തിട്ടും അമ്മാമ്മ അടിച്ചുത്രേ. നേരത്തോട് നേരം കൂടുന്നതിന് മുമ്പ്. ഒടിയൻ്റെ പക വല്ലാത്തതാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ഒന്നിനും വയ്യ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അത് തന്നെയായിരുന്നു ഉണ്ണിയുടെ ആലോചന. താമ്പാളം എടുത്തുകൊണ്ടുവരാനും അമ്മാമ്മയ്ക്ക് കാപ്പി കൊണ്ടു കൊടുക്കാനും വിളിച്ചപ്പോൾ ഉണ്ണി ആദ്യം കേട്ടില്ല. എന്തടാ, ചെവിട് പൊട്ടിയോ? അതിനും ശകാരം. ഇല്ലത്തെ കുളത്തിലേക്കാണ് കുളിക്കാൻ പോവുക. ഇപ്പോൾ തനിയെ കുളിക്കാൻ പോകാറായിരിക്കുന്നു. നീ അത്ര ഉള്ള കുട്ടിയൊന്നുമല്ല, വയസ്സ് 13 എന്നാണ് അമ്മ പറയാറ്. അവിടെ ആണുങ്ങളുടെ കടവിൽ അപ്പു മാത്രമുണ്ട് കുളിക്കുന്നു. ഉമ്മട്ടു ചെറിയമ്മയുടെ മകനാണ് അപ്പു. അപ്പുവിനോട് ചിലതെല്ലാം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് വല്ലതും പറയാൻ കൂടി ഭയമുണ്ട്. കാളെ കൊണ്ടോയ്യോ ഉണ്ണി? ഒന്ന് മൂളി. എന്നിട്ട് സംശയിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടങ്കാളിനെ അമ്മാമ്മ തച്ചു. എന്തിന്?
കാളെ കൊണ്ടുവരാൻ വൈകിയേന്. പിന്നെയും സംശയിച്ചു നിന്നു. അടുത്ത കടവിൽ കുളിക്കുന്ന അമ്മയോ ഓപ്പോളോ കേൾക്കുമോ എന്നാണ് ഭയം. കേൾക്കില്ല. വായിലക്കാളി എന്ന് എല്ലാവരും വിളിക്കാറുള്ള കുഞ്ഞുമ്മയുടെ ഒച്ച മുഴങ്ങുന്നുണ്ട്. അപ്പോ പറയര് പക വെച്ച് ഒടിക്കോ? പിന്നെ അതല്ലേ പറയരെ എല്ലാവർക്കും പേടി. കണ്ടങ്കാളിയും ഒടിക്കോ? കണ്ടങ്കാളി കെറോടിയനാ. ഓനാത്ര ഒടി പഠിപ്പിക്കണ് ചെറിയ ചെക്കന്മാർക്കൊക്കെ. ഉണ്ണി ആകെപ്പാടെ വിവശനായി. സ്വയം സമാധാനിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു, എൻ്റെ ഓടയ്ക്ക് ഒടിയന്മാർ വരില്ല. എൻ്റെ ഓടത്തെ മച്ചില് ഭഗവതി ഉണ്ടല്ലോ. ഭാഗം കഴിഞ്ഞ് വേറെ താമസിക്കുന്ന ഉമ്മട്ടു ചെറിയമ്മയുടെ വളപ്പിൽ ഒരു മണ്ഡകമുണ്ട്. ചെറിയൊരു കോവിലാണ് മണ്ഡകം. അവിടെ ഭഗവതിയുമുണ്ട്. അപ്പു പറഞ്ഞത് സത്യം. മുത്തശ്ശി പറയുന്നത് കേൾവി കേട്ട തറവാടാണ് തെക്കേപ്പാട്ടെന്നാണ്. എന്നിട്ടെന്തേ വളപ്പിൽ ഒരു ഭഗവതിയെങ്കിലും മണ്ഡകം കെട്ടി കുടിയിരുത്താത്തത്? പണ്ടത്തെ കാരണവന്മാർക്കൊന്നും ബുദ്ധിയില്ല. ഒടിയന്മാരെ പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. അവിടെ പറമ്പിൽ മേലെപ്പുറത്തെ ഗോമാവിൻ്റെ അടുത്തായി പറക്കുട്ടിയുണ്ട്. 3 കല്ല് കുത്തിയിട്ടിട്ടുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ഇണ്ണൂരിയെ വരുത്തി കോഴിയെ അറുത്ത് ചോര കൊടുക്കും. പിന്നെ തൊഴുത്തിൻ്റെ കോലായൽ ഗുളികന് കൊടുക്കാറുണ്ട്. പറക്കുട്ടി കോഴിയുടെ ചോര കുടിക്കുന്നതാണ്. അപ്പോൾ നല്ല മൂർത്തിയായിരിക്കണം. വളപ്പില് പറക്കുട്ടി ഉണ്ടായാലോ? പറക്കുട്ടിയേ, ഓടിയന്മാർക്ക് എന്ത് പറക്കുട്ടി? ഗുളികനോ? വളരെ പുച്ഛത്തിൽ അപ്പു ഒരു കവിൾ വെള്ളം തുപ്പി. പിന്നെ ഒന്നും ചോദിച്ചില്ല. ഭഗവതിയുള്ള വളപ്പുകൾക്കും രക്ഷയുണ്ട്. അപ്പു മുങ്ങാങ്കുളി പിടിക്കാൻ ക്ഷണിച്ചു. ഉണ്ണി കൂട്ടാക്കിയില്ല. അവൻ വേഗം തോർത്തി കയറി. നേരത്തോടെ നേരം കൂടുന്നതിന് മുമ്പ് വീട്ടിൽ വന്നപ്പോൾ ആകെ ഒരു ഭയം തോന്നി. ട്രൗസർ മാറ്റാൻ തെക്കിനിയുടെ മുകളിൽ പോണം. അവിടേക്ക് പോകുന്ന ഇടനാഴിയുടെ വക്കത്താണ് ഇരുട്ട് നിറഞ്ഞ കുട്ടിയറ. വാതിലില്ലാത്ത അറ എപ്പോഴും വായും പിളർന്നിരിക്കുകയാണെന്നേ തോന്നൂ. തനിയെ പോകാൻ വയ്യ. അമ്മയോട് പറഞ്ഞാൽ ശകാരമല്ല, അതിലും വലുത് തന്നെ കിട്ടിയെന്ന് വരും. ഓപ്പോളോട് മുമ്പായിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഇപ്പോൾ ഓപ്പോൾക്ക് ഗർഭമുണ്ടായിരിക്കുകയാണ്. കോണി കയറരുതെന്നാണ് അമ്മയുടെ കൽപ്പന. മീനാക്ഷിയമ്മ അടുക്കളയിലാവും. വീട്ടിൽ വേറെ കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം അപ്പോഴാണ് അവന് തോന്നിയത്. നേരം സന്ധ്യയാവുന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ലെന്നറിയാം. എന്നാലും നനഞ്ഞ ട്രൗസറിട്ട് നിൽക്കുന്നത് അമ്മ കണ്ടു. ഈറം മുറുക്കി നടന്നിട്ട് വയറ് വേദനിക്കോടച്ചക്ക. പിന്നെ താമസിച്ചില്ല. ഇടനാഴിയിലൂടെ ഉറക്കെ ഒരു പദ്യം ചൊല്ലിക്കൊണ്ട് അങ്ങോട്ടൊരു ഓട്ടം, അതുപോലെ ഇങ്ങോട്ടും. ഉറക്കെ ശബ്ദമുണ്ടാക്കി നടന്നാൽ പേടിക്ക് സമാധാനമുണ്ട്. ആരും പറഞ്ഞു തരാതെ തന്നെ അവൻ കണ്ടുപിടിച്ചതാണ്. പുറത്ത് സന്ധ്യ മയങ്ങുന്തോറും ഉണ്ണിയുടെ പരിഭ്രമവും വർദ്ധിച്ചു വന്നു. രാത്രിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? തെക്കിനിയിൽ നിന്ന് വടക്കിനിയിലേക്ക് കടക്കുമ്പോൾ ഭയം. ഉണ്ണാൻ തുറന്നിട്ട ജനാലയ്ക്ക് നേരെ പിൻവശവുമായി ഇരിക്കാൻ ഭയം. മുറ്റത്തിറങ്ങി നിന്ന് കൈ കഴുകാൻ ഭയം. കണ്ടങ്കാളി പുറപ്പെട്ടിട്ടുണ്ടാവുമോ? കണ്ടങ്കാളി ഒരുപാട് ആളുകളെ ഒടിച്ചു കൊന്നിട്ടുണ്ടത്രേ. കുട്ടിക്കാലം മുതൽക്കേ കണ്ടങ്കാളിയെ അറിയാം. അന്നൊക്കെ കണ്ടങ്കാളിയെ ഇഷ്ടമായിരുന്നു. കണ്ടങ്കാളി ഒടിയനാണെന്ന് പിന്നീടല്ലേ അറിഞ്ഞത്. കുട കെട്ടിക്കൊണ്ട് വരുമ്പോഴെല്ലാം മുറ്റത്ത് നിന്ന് കണ്ടങ്കാളിയോട് എന്തെങ്കിലും ചോദിക്കും. ചുവന്ന ചായം പിടിപ്പിച്ച് കാലുള്ള ഓലക്കുട ഉണ്ടാക്കി തന്നു. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പോയത് ആ കുട പിടിച്ചുകൊണ്ടാണ്. അത് കൊണ്ടുവന്നപ്പോൾ അമ്മ അവൻ്റെ പഴയ ഷർട്ട് കണ്ടങ്കാളിക്ക് കൊടുത്തു. കണ്ടങ്കാളിയുടെ ചെക്കനിടാനായിരുന്നു. കണ്ടങ്കാളിയുടെ പറയും മകനും ഒരുമിച്ചാണ് മരിച്ചത്. മുത്തശ്ശി പറഞ്ഞു, ഓൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം. എത്ര ആളെ ഒടിച്ചതാ. അന്നാണ് കണ്ടങ്കാളിക്ക് ഈ ഭയങ്കര വിദ്യ അറിയുമെന്ന് മനസ്സിലായത്. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കണ്ടങ്കാളിയുടെ ചാളയ്ക്കടുത്ത് വരെ പോയിട്ടുണ്ട്. അവിടെ ഒരു പേരമരമുണ്ട്. കുന്നിൻ്റെ അടിയിലെത്തിയാൽ കാണാം കണ്ടങ്കാളിയെ. ചാളയുടെ മുന്നിൽ കുങ്കുമമരത്തിനടുത്തുള്ള ഒരു പാറയുടെ മുകളിലിരുന്ന് വെയിൽ കായുന്നുണ്ടാവും. ഉണ്ണി താഴത്തെ വഴിയിലെത്തിയാൽ കണ്ടങ്കാളി വിളിച്ചു ചോദിക്കും, ചെറിയമ്പ്രാ ബുഗ. ഒഴിവ് ദിവസങ്ങളിലാണ് പേരയ്ക്ക പൊട്ടിക്കാൻ പോയിരുന്നത്. ആരും അറിയാതെ വേണം പോവാൻ. പറയരുടെ ചാളയ്ക്കടുത്ത് പോകാൻ പാടില്ല. ചെറുമക്കൾക്ക് മുറ്റം വരെ വരാം.
പറയർക്ക് മേലെപ്പടി മാത്രമേ വരാൻ പാടുള്ളൂ. ചെറുമനേക്കാളും താണ ജാതിയല്ലേ പറയാൻ. തോട്ടിക്കോലുകൊണ്ട് പേരയ്ക്ക കുത്തിച്ചാടിക്കും. ദൂരെ മാറി നിന്ന് കണ്ടങ്കാളി വിശേഷങ്ങൾ ചോദിക്കും. അപ്പോഴും അറിയേണ്ടത് അച്ഛൻ ഇനി കൊളംബിൽ നിന്ന് എന്നാ വരുന്നത് എന്നാണ്. അച്ഛൻ വന്നാൽ അച്ഛനോട് പറഞ്ഞ് കണ്ടങ്കാളിക്ക് ഒരു പഴയ പുതപ്പ് വാങ്ങിച്ചു കൊടുക്കണം. കണ്ടങ്കാളിയെ അന്നൊക്കെ ഉണ്ണിക്ക് ഇഷ്ടമായിരുന്നു. ചുവന്ന ചായം തേച്ച കാലുള്ള കുട ഉണ്ടാക്കി തന്നതല്ലേ. പക്ഷേ കണ്ടങ്കാളി ചത്ത പശുവിനെ തിന്നുമെന്നറിഞ്ഞപ്പോൾ വലിയ അറപ്പ് തോന്നി. വല്ലാത്തൊരു ജന്തു. ചത്ത പശുവിനെ. അമ്മയുടെ വാലു മുറിഞ്ഞ കരുമ്പിക്കുട്ടി വരിച്ചാലിൽ വീണ് ചത്തപ്പോൾ കൊണ്ടുപോയത് കണ്ടങ്കാളിയാണ്. ചാളയ്ക്ക് അടുത്ത് നിൽക്കുന്ന പേരമരത്തിൻ്റെ കായ് കൂടി തിന്നാൻ കൊള്ളില്ലെന്ന് തോന്നി. കണ്ടങ്കാളി ഒടിയനാണെന്നറിഞ്ഞ മുതൽക്ക് സ്കൂളിലേക്ക് വഴി മാറിവെച്ചു. ഇല്ലത്തെ മേലെ പുറത്തുകൂടി പോയാൽ കണ്ടങ്കാളിയെ കാണാതെ കഴിക്കാം. വഴി അല്പം വളവാണെങ്കിലും. ഇടയ്ക്കെല്ലാം കണ്ടങ്കാളി മേലെ പടിക്കൽ വന്ന് വിളിക്കും. വരുമ്പോഴെല്ലാം കണ്ടങ്കാളി അവനെ അന്വേഷിക്കും. ഉണ്ണിയെ മുറ്റത്ത് കണ്ടാൽ കണ്ടങ്കാളി പറയും, വല്ലിമ്പ്രാട്ടിയുടെ കോയമ്പ് ഒരു തുള്ളി തരാൻ പറയണം ചെറിയമ്പ്രാ. മുത്തശ്ശിക്ക് കാലിൽ പുരട്ടാനൊരു കുഴമ്പുണ്ട്. ഒരിക്കൽ കണ്ടങ്കാളിക്ക് ഒരു തുള്ളി കൊടുത്തു. പിന്നെ നീരിറക്കം വരുമ്പോഴെല്ലാം കണ്ടങ്കാളി കുഴമ്പിന് വരും. മുത്തശ്ശി ഒരു മനുഷ്യന് അതിൽ നിന്നൊരു തുള്ളി കൊടുക്കില്ല. ഉണ്ണിയുടെ സേവ പിടിച്ച് വാങ്ങാനാണ് ശ്രമം. ഉണ്ണി അത് കേട്ട ഭാവം നടിക്കില്ല. പശുവിനെ തിന്നുന്ന കണ്ടങ്കാളിയെ അവൻ വെറുക്കുന്നു. ആളുകളെ ഒടിച്ചു കൊല്ലുന്നത് കൊണ്ട് അവൻ ഭയപ്പെടുന്നു. ഊണ് കഴിഞ്ഞാൽ ഉമ്മറത്തെ വിളക്കിനടുത്ത് വന്നിരുന്നാണ് പാഠം വായിക്കുക പതിവ്. പക്ഷേ ഇന്ന് തനിയെ ഉമ്മറത്തിരിക്കാൻ വയ്യ. തെക്കിനിയിൽ സന്ധ്യയ്ക്ക് കൂവളത്തറയിലും പാമ്പിൻകാവിലും ദീപം കാട്ടിയ ശേഷം കൊണ്ടുവന്ന് വയ്ക്കുന്ന ചെറിയ നിലവിളക്ക് മുനിഞ്ഞു കത്തുന്നുണ്ട്. പുസ്തക സഞ്ചിയുമായി ചെന്നിരുന്നു. അതിൻ്റെ മുന്നിൽ പുസ്തകം തുറന്നു. വായിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കണ്ടങ്കാളി എന്ത് ചെയ്യുകയായിരിക്കും? ഒടിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടാവുമോ? ഇല്ലെങ്കിൽ ഒരുക്കങ്ങൾ കൂട്ടുകയാവും. അമ്മാമ്മ ഇനിയും പുറത്തു നിന്ന് വന്നിട്ടില്ലെന്ന് ആലോചിച്ചപ്പോൾ ഉണ്ണി നടുങ്ങി. വൈകുന്നേരം പതിവ് പോലെ നടക്കാനിറങ്ങിയതാവും. കണ്ടങ്കാളിക്കിത് അറിയുമോ? വഴിക്ക് വരമ്പത്തോ വയലിലോ കാത്തു നിന്നാൽ പല രൂപത്തിലും വരാനറിയാം മുടിയന്മാർക്ക്. കഴിഞ്ഞ കൊല്ലത്തിൽ തോട്ടുങ്കൽ ശങ്കരൻ നായരെ ഒടിച്ചു വന്നത് കാളയായിട്ടാണ്. ശങ്കരൻ നായർ രാത്രിയിൽ പീടിക പൂട്ടി പോവുകയായിരുന്നു. നല്ല നിലാവ്. കന്നിമാസത്തിലാണ്. വരമ്പത്ത് നല്ല ഒരു കാളയുണ്ട് നിൽക്കുന്നു. അടുത്ത് ചെന്നിട്ടും അത് അനങ്ങിയില്ല. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. 3 കാലേ ഉള്ളൂ എന്ന് കണ്ടിട്ടാവണം ഒടിയൻ കാളയ്ക്ക് 3 കാലേ ഉണ്ടാവും. അതാണ് തിരിച്ചറിയാനുള്ള വിദ്യ. നില വിളിച്ച് താഴെ വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. വീട്ടിലെത്തി കാണാത്തത് കൊണ്ട് മരുമക്കൾ തിരഞ്ഞു വന്നപ്പോൾ വരമ്പത്ത് കിടക്കുകയാണ്. കരുവാളിച്ച് മൂക്കിൽ നിന്ന് ചോരയൊഴുകി. ശങ്കരൻ നായർ മരിച്ചു. നല്ല ധൈര്യമുള്ളവർക്ക് ഒടിയനെ ഭയപ്പെടാനില്ല. ഒടിയന്മാർ ശത്രുക്കളെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ അത്രേ. പടിക്കപ്പറമ്പിൽ അച്യുതൻ നായർ ഒടിയനെ കണ്ടതാണ്. അയാൾ തന്നെയാണ്. പറ ആര്യമ്പാടത്തെ കൂത്തുകണ്ട് അയാൾ വരികയായിരുന്നു. വഴിക്ക് കൈതപ്പൊന്തയുടെ അടുത്തായി ഒരു കൂറ്റൻ നിൽക്കുന്നു. അച്യുതൻ നായർക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു ചോദ്യം, ഉണ്ണിപ്പെരേനോ കണ്ടങ്കാളിയോ? കൂറ്റൻ അനങ്ങിയില്ല. സത്യമുള്ള കരുവാണെങ്കിൽ വഴിമാറട്ടെ എന്നു പറഞ്ഞ് ഒരടി വെച്ചു. അപ്പോൾ കൂറ്റൻ മുക്രയിട്ട ഒരോട്ടം. അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. തിരിഞ്ഞു നോക്കരുത്, നോക്കിയാൽ പോയി. പാണൻ ഉണ്ണിപ്പെരേൻ വലിയ ഒടിയനായിരുന്നു അത്രേ. അവൻ ഇപ്പോഴില്ല. ചിലർ പറയുന്നു ജയിലിലാണെന്ന്. അവൻ്റെ ഒടി സഹിക്ക വയ്യാതായപ്പോൾ ആളുകളിൽ ചിലർ ചേർന്ന് ഉച്ചയ്ക്ക് കുന്നിൻ പുറത്തിട്ട് തല്ലിക്കൊന്ന് കുഴിച്ചിട്ടുവെന്നും പ്രസ്താവമുണ്ട്. രണ്ടായാലും വേണ്ടില്ല, ഭയപ്പെടാനില്ലല്ലോ. എന്നാലും കണ്ടങ്കാളി ബാക്കിയുണ്ട്. അവൻ ഇപ്പോഴും പറച്ചക്കന്മാരെ ഒടി പഠിപ്പിക്കുന്നു അത്രേ. കണ്ടങ്കാളിയുടെ തന്തയും വലിയ ഒടിയനായിരുന്നു അത്രേ. അവനെ ഒരു മന്ത്രവാദി പിടിച്ച് ചൂടുവെച്ചു. അതിൻ്റെ ശേഷം ഒടിച്ചിട്ടില്ല. അവനും മരിച്ചുപോയി. ഭാഗ്യം. മുത്തശ്ശിയാണ് മന്ത്രവാദി ഒടിയനെ പിടിച്ച കഥ പറഞ്ഞത്. മുത്തശ്ശിക്ക് ചെറുപ്പമായിരുന്ന കാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയായിരുന്നു എരോമൻ നായർ.
അയാൾ ഒരു വേലിക്കളയിലും കഴിഞ്ഞു വരുമ്പോൾ നേരം പാതിര. വഴിയിൽ ഒരു പശുക്കുട്ടിയോളം വലുപ്പമുള്ള ഒരു നായ നിൽക്കുന്നു. ഏരോമൻ നായർക്ക് ഉടനെ കാര്യം മനസ്സിലായി. തൻ്റെ ശത്രുക്കളായ മന്ത്രവാദികളാരോ ഒടിയനെ അയച്ചതാണ്. ആ ജന്തു മുരണ്ടു. ഉണ്ണിയുടെ ശരീരത്തിൽ രോമങ്ങൾ എഴുന്നു നിന്നു. മന്ത്രവാദി എഴുത്താണിയെടുത്ത് കയ്യിൽ ചക്രം വരച്ച് ജപിച്ചു. ഒന്നും അറിയാത്ത പോലെ നടന്നു. നായി പിന്നാലെ വാലാട്ടി വന്നു. ചുട്ട കോഴിയെ പറപ്പിച്ച മന്ത്രവാദിയായിരുന്നു എരോമൻ നായർ. വീട്ടിലെത്തി നായയെ തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് രാവിലെ ആളുകളെ വിളിച്ചു വരുത്തി. എല്ലാവരും കാണെ നായയെ വെള്ളത്തിൽ മുക്കി. ചെവി മുങ്ങിയപ്പോൾ നായയുടെ സ്ഥാനത്ത് പറയാൻ നിൽക്കുന്നു. ചെവി മുങ്ങിയപ്പോൾ പഴയ രൂപം കിട്ടാൻ എന്തേ? അന്ന് സംശയം തോന്നി. ഇപ്പോൾ മുത്തശ്ശി പറയാതെ തന്നെ എല്ലാം ഉണ്ണിക്കറിയാം. ചെവിയിലാണ് ഒടിമറിയാനുള്ള മരുന്ന് വയ്ക്കുക. അത് നനഞ്ഞാൽ പഴയ രൂപം തന്നെയാവുന്നു. അവനെ ചട്ടുകം പഴിപ്പിച്ച് ചൂടുവെച്ച് മേലിൽ ഒടിക്കില്ലെന്ന് സത്യം ചെയ്യിച്ചു വിട്ടു. ഒടിയന്മാർ സത്യം തെറ്റി നടക്കില്ല. ഉണ്ണി പേടിയോടെ ചുറ്റും നോക്കി. താൻ തെക്കിനിയിലാണ്, ഭയപ്പെടാനില്ല. നടപ്പുരയിൽ നിന്ന് അമ്മയുടെയും ഓപ്പോളുടെയും മീനാക്ഷിയമ്മയുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മാമ്മ വന്നിട്ടില്ലേ? പേനാക്കത്തി തിരഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മ തെക്കിനിയിലേക്ക് വന്നു. അമ്മാമ്മ വന്നില്ലേ മീനാക്ഷിയമ്മേ? മീനാക്ഷിയമ്മ വാതിലിൻ്റെ മുകളിൽ തപ്പുന്നതിനിടയിൽ പറഞ്ഞു. അമ്മാമ്മയെ കാത്തിരിക്കുക. അമ്മാമ്മ അക്കരയ്ക്ക് പോയില്ലേ? ഓ, അതറിഞ്ഞില്ല. അക്കരയ്ക്ക് പോയി എന്ന് വെച്ചാൽ അമ്മായിയുടെ വീട്ടിലേക്ക്. പുഴയുടെ അക്കരയിലാണ് അമ്മായിയുടെ വീട്. അത് നന്നായി. അമ്മാമ്മയോടാണ് കണ്ടങ്കാളിക്ക് പകയുണ്ടാവുക. അമ്മാമ്മയെ ഒടിക്കാൻ വേണ്ടി വന്നാൽ തന്നെ അമ്മാമ്മ ഇവിടെ ഇല്ലല്ലോ. അക്കരയ്ക്ക് പോയത് കണ്ടങ്കാളിക്ക് അറിയില്ല. തെക്കിനിയുടെ കുത്തഴിയിലൂടെ ഉണ്ണി പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. കളമുറ്റത്ത് കുറ്റിപ്ലാവിൻ്റെ നിഴൽ ഒരു കറുത്ത ഭൂതം പോലെ നിൽക്കുന്നു. നിലാവുള്ള രാത്രികളിലാണത്രേ ഒടിയന്മാർ പുറത്തിറങ്ങുക. വാഴക്കൂട്ടത്തിൽ കാളയോ മറ്റോ അനങ്ങുന്നുണ്ടോ? ഒടിയന് ഇഷ്ടമുള്ള രൂപത്തിൽ വരാം. കാളയാവും, നായയാവും, കുഴലാവും, ചിലപ്പോൾ വൈക്കോൽ കുണ്ടയും വേലിയുമാവും. എല്ലാവരുടെയും ഊണ് കഴിഞ്ഞിരിക്കുന്നു. അവർ നടപ്പുരയിലിരുന്ന് സംസാരിക്കുകയാണ്. ഇവർക്കാർക്കും ഒരു വിചാരവുമില്ലല്ലോ. അമ്മാമ്മ ഇന്ന് രാത്രി രക്ഷപ്പെട്ടെന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഒടിയനായി കണ്ടങ്ങാളി വന്നാൽ ആരാണൊരു തുണ? ആണായി ഉണ്ണി മാത്രമേ ഉള്ളൂ. നേരത്തെ വാതിലുകൾ അടച്ച് കിടക്കേണ്ടതാണ്. പക്ഷെ അമ്മയ്ക്ക് യാതൊരു വിവരവുമില്ല. മുത്തശ്ശി കൂടി കണ്ടങ്കാളിയെ അമ്മാമ്മ തല്ലിയ കാര്യം മറന്നിരിക്കുന്നുവെന്ന് തോന്നുന്നു. ദേഷ്യം വരുന്നുണ്ട്, വ്യസനവും തോന്നുന്നുണ്ട്. വാതിലുകളും ജനലുകളുമൊക്കെ അടച്ചാലും ഒടിയന് വേണമെങ്കിൽ അകത്ത് കിടക്കാം. വണ്ടായി പറന്നു വരുമ്പോൾ എന്തു ചെയ്യും? മുമ്പൊരിക്കൽ രാത്രിയിൽ ഒരു വലിയ വണ്ട് പറന്നു വീണ് മലർന്നു കിടന്ന് ഒച്ചയോടെ തിരിയാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി ഓട്ടുപാത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു. തമല കൊണ്ട് ഉണ്ണി മൂടി വെച്ചു. എന്തിനാ മുത്തശ്ശി മൂടി വെക്കണേ? രാത്രിയിൽ വണ്ട് വന്നാ അങ്ങനെയാ. രാത്രിയിലത്തെ വണ്ട് എന്താ ചെയ്യാ? ചിലപ്പോ ശത്രുക്കളാവും. ശത്രുക്കൾ എന്ന് മുത്തശ്ശി പറയുമ്പോഴെല്ലാം അത് ഒടിയന്മാരെ പറ്റിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അടുക്കളവാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ടു. ഹൗ, ഇപ്പോഴെങ്കിലും മീനാക്ഷിയമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഉമ്മറവാതിലും അടച്ചപ്പോൾ അല്പം ഒരു ആശ്വാസം തോന്നി. അമ്മ വിളിച്ചു. ഉണ്ണിക്ക് കിടക്കാറായില്ലേ? അവൻ പുസ്തകസഞ്ചി ചുമരിലെ ആണിയിൽ തൂക്കി തെക്കേ അകത്തേക്ക് നടന്നു. കട്ടിലിൽ അമ്മ കിടക്കും. താഴെ കോസറയിൽ അവനും. അടുത്ത മുറിയിലാണ് ഓപ്പോള്. തുണയ്ക്ക് മീനാക്ഷിയമ്മയുണ്ട്. വടക്കിനിയിലെ ഉയരം കുറഞ്ഞ കട്ടിലിലാണ് മുത്തശ്ശി കിടക്കുക. വിളക്കുകൾ കെടുത്തി. വീട് ഇരുട്ടിൽ മുങ്ങി. അടഞ്ഞു കിടന്നിരുന്ന ജനൽ അമ്മ തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, വല്ലാത്ത പുഴുക്കം. പുഴുക്കം കൊണ്ട് ആൾ മരിക്കില്ല. ജനലിലൂടെ വണ്ട് വന്നാലോ? അമ്മയ്ക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോ. എഴുന്നേറ്റ് അടച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്മ ചീത്ത പറയും. പോരാത്തതിന് ധൈര്യവുമില്ല ജനാലേക്ക് അടുത്തു ചെല്ലാൻ. ജനൽ കാണാത്ത വണ്ണം മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. പുറത്തുനിന്ന് എന്തെല്ലാമോ അനക്കങ്ങൾ കേൾക്കുന്നുണ്ട്. തൊഴുത്തിൽ നിന്നാണോ? ദൂരെ നിന്ന് ഒരു നായ ഓളിയിട്ടു. ഒടിയന്മാർ പുറത്തിറങ്ങുമ്പോൾ
നായ്ക്കൾ ഓളിയിടും. കണ്ടങ്കാളി പുറപ്പെട്ടിട്ടുണ്ടാവും. അമ്മാമ്മ ഇല്ല. അമ്മാമ്മ പത്തായപ്പുരയുടെ മുകളിൽ കിടക്കുമ്പോൾ എളുപ്പത്തിൽ വണ്ടായി അകത്തു കിടക്കാം. അമ്മാമ്മ പോയത് നന്നായി. പക്ഷേ ഒരു നടുക്കത്തോടെയാണ് ഉണ്ണി അക്കാര്യം ഓർമ്മിച്ചത്. ഓടിക്കാനിറങ്ങിയാൽ പിന്നെ അവർക്ക് വെറുതെ തിരിച്ചു പോകാൻ പാടില്ല. അതൊരു നിയമമാണ്. അതനുസരിച്ചില്ലെങ്കിൽ ഒടിയൻ്റെ ശക്തി കുറയും. അപ്പോൾ അമ്മാമ്മ ഇല്ലെങ്കിൽ ഈ വീട്ടിലെ ആരെങ്കിലും? ഉണ്ണിയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൻ തലയണയിൽ മുഖമമർത്തി. കുന്നുംപുറത്ത് നിന്ന് കൊട്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. നിത്യവും കണ്ടങ്കാളിയുടെ ചാളയിൽ നിന്ന് കൊട്ട് കേൾക്കാറുള്ളതാണ്. പാതിര വരെ ചെണ്ടയുടെ ശബ്ദമുണ്ടാവും. പാടത്തിൻ്റെ കരയിലെ പറച്ചാളകളിൽ നിന്ന് 4-5 ചെറുക്കന്മാർ കൊട്ടു പഠിക്കാൻ വരുന്നുണ്ട്. ചെണ്ടയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് നിത്യവും ഉറങ്ങുക പതിവ്. ഇന്ന് അനക്കമില്ല. കണ്ടങ്കാളി ചാളയിൽ ഉണ്ടായിട്ടു വേണ്ടേ? മുറ്റത്തു കൂടെ ഒരു നായ ഓടിപ്പോയി. ശബ്ദം വ്യക്തമായി അവൻ കേട്ടു. വടക്കേലെ പാണ്ടൻ നായയെ രാത്രി അഴിച്ചുവിട്ടാൽ അവിടുത്തെ മുറ്റത്താണ് പാഞ്ഞു നടക്കുക പതിവ്. അതാണോ? അതോ വാഴത്തോട്ടത്തിലോ പത്തായപ്പുരയുടെ പിന്നിലോ എവിടെയെങ്കിലും ഒടിയൻ കണ്ടങ്കാളി നിൽക്കുന്നുണ്ടാവും. വണ്ടായി മാറാൻ തോന്നല്ലേ. മരുന്ന് ചെവിയിൽ വെച്ച് ആദ്യം വിചാരിക്കുന്ന രൂപമായി മാറുകയാണ് പതിവ്. ആ മരുന്ന് വല്ലാത്തതാണ്. അത് ഒടിയന്മാരുടെ കൈവശം മാത്രമേ ഉണ്ടാവൂ. അവർക്ക് മാത്രമേ അത് ഉണ്ടാക്കാനും അറിയൂ. ഒരു ഒടിയൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ മരുന്ന് മറ്റൊരുത്തന് ഉപദേശിക്കും. ആ മന്ത്രവും. ഒടിയന്മാരെ പറ്റിയുള്ള കഥകളെക്കാളും അധികം ഉണ്ണിയെ ഭയപ്പെടുത്താറുള്ളത് ആ മരുന്നിൻ്റെ കഥയാണ്. ഒടിമന്ത്രം പഠിച്ചു കഴിഞ്ഞ പറയൻ രാത്രി വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നു. അവൻ ജപിക്കാൻ തുടങ്ങിയാൽ അകത്തെ കടിഞ്ഞൂൽ ഗർഭമുള്ള സ്ത്രീ തനിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തു പോവും, ഒച്ചയുണ്ടാക്കാതെ. വയർ കീറി ഗർഭത്തിലെ കുഞ്ഞിനെ പറയൻ പുറത്തെടുക്കും. സ്ത്രീ അറിയില്ല. വയർ തുന്നിക്കെട്ടും. സ്ത്രീ അറിയില്ല. അവൾ പഴയ പോലെ ഒച്ചയില്ലാതെ അകത്ത് വന്ന് കിടക്കും. രാവിലെ നോക്കുമ്പോൾ സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ടാവും. ആർക്കും കാരണമറിയില്ല. എല്ലുറയ്ക്കാത്ത കുഞ്ഞിനെ കൊണ്ടാണ് മരുന്നുണ്ടാക്കുന്നത്. പുറത്ത് ഒടിയൻ വന്ന് നിൽക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീ ഒച്ചയുണ്ടാക്കാതെ ബോധമില്ലാതെ പുറത്തേക്ക് പോവുക. ഓർക്കുമ്പോൾ ശരീരം വിയർക്കുന്നു, വിറയ്ക്കുന്നു. ഇപ്പോൾ കണ്ടങ്കാളി പുറത്തുണ്ടാവുമോ? തീരെ ആലോചിച്ചിട്ടില്ലാത്ത ഒരാപത്ത് അപ്പോഴാണ് മനസ്സിലുദിച്ചത്. ഓപ്പോള്! എൻ്റെ ഈശ്വരാ! ഓപ്പോള് കടിഞ്ഞൂൽ പ്രസവത്തിന് വന്നിരിക്കുകയാണ്. കണ്ടങ്കാളി പക പോക്കാൻ പുറത്തുനിന്ന് ഒടിമന്ത്രം ജപിച്ചാൽ ജനാലയിലൂടെ വണ്ടായി വന്ന് തന്നെ ഓടിച്ചു കൊല്ലുന്ന കാര്യം ഉണ്ണി മറന്നു. ഓപ്പോളുടെ കാര്യമാണ് മനസ്സിൽ മുഴുവൻ. ഓപ്പോളുടെ വയറ്റിൽ ഉണ്ണിമാമ എന്ന് വിളിച്ച് നടക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ട്. കിതച്ചുകൊണ്ട് ചെവിയോർത്തുകൊണ്ട് ഉണ്ണി കിടന്നു. പുറത്ത് അനക്കങ്ങളുണ്ട്. വാഴക്കൂട്ടത്തിൽ ചപ്പില ശബ്ദിക്കുന്നു. തൊഴുത്തിൽ നിന്ന് ശബ്ദങ്ങൾ. ദൂരെ എങ്ങു നിന്നോ നായ്ക്കൾ ഓളിയിടുന്നു. അമ്മ ഉറങ്ങിയിരിക്കുന്നു. മീനാക്ഷിയമ്മയുടെ കൂർക്കം വലി കേൾക്കുന്നുണ്ട്. ഓപ്പോളും മുത്തശ്ശിയും എല്ലാം ഉറങ്ങിയിരിക്കും. ഓപ്പോൾ കിടക്കുന്ന കട്ടിൽ ശബ്ദിച്ചു. ഉണ്ണി കിതച്ചുകൊണ്ട് തല പൊക്കി ശ്രദ്ധിച്ചു. അതെ, ഓപ്പോളുടെ കട്ടിലാണ് കരകരെ ശബ്ദിച്ചത്. കാൽപെരുമാറ്റം. ഓപ്പോൾ തന്നെ പുറത്തേക്ക് പോവുകയാണോ? കാൽപെരുമാറ്റം കുറെ കൂടി വ്യക്തമായി കേട്ടു. അറയുടെ വാതിൽ ശബ്ദിക്കുന്നു. എഴുന്നേറ്റ് ചെന്ന് ഓപ്പോളെ കെട്ടിപ്പിടിച്ച് തടഞ്ഞു നിർത്തണമെന്നുണ്ട്. എഴുന്നേൽക്കാൻ വയ്യ. അരുത്, പോകരുത് ഓപ്പോളെ, പോകരുത്. പുറത്ത് എൻ്റെ ഓപ്പോളെ. കാൽപെരുമാറ്റവും വാതിലിൻ്റെ ശബ്ദവും അവൻ കേട്ടില്ല. ഒരാഴത്തിലേക്ക് താഴുകയാണ്. ഒടിയൻ എത്താത്ത ഒരാഴത്തിലേക്ക് താണു പോവുകയാണ്. അമ്മ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. നേരം വൈകിയിരിക്കുന്നു. സ്കൂളുള്ള ദിവസമാണ്. കഴിഞ്ഞ രാത്രിയെപ്പറ്റി അപ്പോഴാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് എല്ലാം വ്യക്തമായി. ഒരു തേങ്ങൽ തൊണ്ട വരെ എത്തി. പുറത്തേക്കോടി നടപ്പുരയിലെത്തിയപ്പോൾ ഓപ്പോളുണ്ട് വലിയ വയർ താങ്ങി പ്രയാസപ്പെട്ടിരുന്ന് നേന്ത്രക്കായ നുറുക്കുന്നു. ഓപ്പോൾക്കൊന്നും പറ്റിയിട്ടില്ല. പുറത്തു വന്ന് നിന്നുവെങ്കിലും കണ്ടങ്കാളി ഒടിമന്ത്രം ജപിച്ചില്ല. പല്ല് തേക്കുമ്പോഴും കഞ്ഞി കുടിക്കുമ്പോഴുമെല്ലാം കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മ മനസ്സിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. പുസ്തകസഞ്ചിയും എടുത്ത് മേലെപ്പടി കയറി വേഗം നടന്നു. ഇല്ലത്തെ മേൽപ്പുറത്തേക്ക് തിരിയുമ്പോൾ
ഒരു വിളി കേട്ടു. ചെറിയമ്പ്രാ. ഒടിയൻ കണ്ടങ്കാളി മുഷിഞ്ഞു കീറിയ ഒരു തുണി കൊണ്ട് പുതച്ച് ചുവന്ന പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് കണ്ടങ്കാളി വളഞ്ഞുകുത്തി നിൽക്കുന്നു. ഉണ്ണിക്കെന്തോ ഭയം തോന്നിയില്ല. ചെറിയമ്പ്രാൻ പുക. ആ. വല്യമ്പ്രാട്ടിയുടെ കോയമ്പ് ഒരു തുള്ളി കണ്ടങ്കാളിക്ക് നാളെ കൊണ്ടുവന്നേരണം. ഉണ്ണി ഒന്നും പറയാതെ അത്ഭുതത്തോടെ കണ്ടങ്കാളിയെ നോക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്ന പോലെ ഉണ്ണി ചോദിച്ചു, ഇന്നലെ എന്തേ കണ്ടങ്കാളിയെ കൊട്ടാത്തത്? മേനി അനക്കാൻ വയ്യാണ്ട് കിടക്കുകയായിരുന്നു ചെറിയമ്പ്രാ. അടിയൻ്റെ തെറ്റന്യാ. വല്യമ്പ്രമ്മണി തച്ചു. കണ്ടങ്കാളി കഴുത്തും വാരിയും തടവി. ചോദിച്ചാ വല്യമ്പ്രാട്ടി തരില്ല. ചെറിയമ്പ്രാ ഒരു തുള്ളി കോയമ്പ് അടിയേന് കൊണ്ടുവന്നേരണം. ചുവന്ന പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് കണ്ടങ്കാളി വളഞ്ഞൊടിഞ്ഞു നിന്നു. ഉണ്ണി തലയാട്ടിക്കൊണ്ട് നടന്നു. കണ്ടങ്കാളി പിന്നെയും പറഞ്ഞു, ചെറിയമ്പ്ര വരാണ്ടായപ്പോൾ പേരമ്പിൽ കായും ഇല്ലാണ്ടായി. ഉണ്ണി കുറേ ദൂരത്തെത്തിയപ്പോൾ കണ്ടങ്കാളി വീണ്ടും ഓർമ്മിപ്പിച്ചു, കോയമ്പ് മറക്കല്ലീ ചെറിയമ്പ്ര. ഉണ്ണിയുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ഒടിയുടെ കാര്യമായിരുന്നില്ല അപ്പോൾ മനസ്സിൽ. മുത്തശ്ശിയുടെ കാൽപ്പെട്ടിയുടെ താക്കോൽ എവിടെയാണ് വയ്ക്കാറ് എന്നാലോചിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ നടന്നു.